നിങ്ങൾക്കിപ്പോൾ എന്താണ് അറിയേണ്ടതെന്ന് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഞാൻ പറയാം. ഷീറ്റിൻ്റെ ക്ഷാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ ഇനിയിപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത എങ്ങനെ വരുന്നതെന്നുള്ള സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് SLC പാസ്സാവുന്നത് ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ A+ കിട്ടുന്നത് മലപ്പുറം ജില്ലയാണ്. കഴിഞ്ഞ വർഷം ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ എത്ര സീറ്റ് മിച്ചമുണ്ടെന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പം പിന്നെ ഞാനും നിങ്ങളും എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് A+ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെടും, എനിക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ ആ കുട്ടിക്ക് വേറൊരു സ്ഥലത്തായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ A+ എല്ലാം കിട്ടിയവർക്ക് ഉദ്ദേശിച്ച വീട്ടിനടുത്തുള്ള സ്കൂളിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് ഇപ്പം പ്രീ ഡിഗ്രി ആയിരുന്നപ്പോൾ സമയത്ത് നിങ്ങളുടെ A+ ഹയർ സെക്കൻഡറി പാസ്സായവരാണോ പ്രീ ഡിഗ്രി പാസ്സായവരാണോ? പ്രീ ഡിഗ്രി പാസ്സായാണ്. ദൂരസ്ഥലങ്ങളിൽ പോയിന്റ് വന്നിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം. വിമൻസ് കോളേജിലാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് വിമൻസ് കോളേജിൽ തന്നെ കിട്ടണമെന്നുണ്ടോ നമുക്ക് ഡിഗ്രി? പെരിങ്ങമല ഇക്ബാൽ കോളേജ് കിട്ടിയാൽ പോവേണ്ടി വരും. അല്ലാതെ ഞാൻ പഠിച്ച സ്ഥലത്തേ പഠിക്കുമെന്നുള്ളത് ഇതിൽ നിർബന്ധം നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റില്ല. നിർബന്ധമായിട്ട് എനിക്ക് MBBS അഡ്മിഷൻ കിട്ടിയാലേ പറ്റുള്ളൂ, നിർബന്ധം പഠിക്കാൻ പറ്റുമോ? അത് പിന്നെ എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് കിട്ടാനുള്ള സാധ്യത അവനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ള കേരളത്തിൻ്റെ സാഹചര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് പരിപൂർണമായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ് തുറന്ന മനസ്സ് സമരക്കാർ മനസ്സിലാക്കണം. ഗവൺമെൻറ് ഏത് തലം വരെയുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാണ്. ഇത് തോൽവിയുടെയും വിജയത്തിൻ്റെയും പ്രശ്നമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. അവരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരും കാര്യങ്ങൾ പറയുന്നത്. നാളെ കൂടുന്ന വിദ്യാർത്ഥി സംഘങ്ങളുടെ യോഗത്തിൽ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരും പറയട്ടെ, പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാം ഘട്ട പിന്നെ അലോട്ട്മെൻറ്റിന് മുമ്പ് സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട്, അതെല്ലാം ഉണ്ട്. ഞാൻ പക്ഷേ അതൊന്നും നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. നമുക്കിതിൻ്റെ ഒരു മെറിറ്റിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ കൃത്യമായിട്ട് പരീക്ഷ നടത്തുന്നു, കൃത്യമായി പാഠപുസ്തകം കൊടുക്കുന്നു, കൃത്യമായി റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, പറയുന്നതിന് ഒരാഴ്ച മുമ്പേ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, കൃത്യമായി യുവജനോത്സവം നടത്തുന്നു, പരാതിരഹിതമായി നടത്തുന്നു, പുതിയ പാഠപുസ്തകം ഒരു പരാതിയുമില്ലാതെ ഒരു തെറ്റുമില്ലാതെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഓണത്തിന് പോലും പാഠപുസ്തകം കൊടുക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല കുറ്റമറ്റതായി വളരെ നന്നായി തന്നെ ഇപ്പോൾ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിന്മാറണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൽ നിന്ന് പിന്മാറി നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിക്കണം. ഞാനും വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ ഒരു വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും 2 പ്രാവശ്യം SFIയുടെ സംസ്ഥാന പ്രസിഡന്റും 1 പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ സമരവും അതുപോലെ പിന്നെ ചർച്ചയ്ക്കും സെക്രട്ടറിയുടെ മുന്നിലെ നിരാഹാരത്തിനും ഒക്കെ തന്നെ പിന്നെ ഒരുപാട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കുണ്ടാവുന്ന ആവശ്യങ്ങൾ, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവും.
അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോൾ 10 വരെ ഉള്ളവർ. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ അത്യുജ്വല സമരത്തെ സംബന്ധിച്ചുള്ള എന്താ പറയാനുള്ളത്? ഒരു 10,000 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാമായിരുന്നു. ഒരു 10 പേർക്ക് ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാനത് അവരോടൊന്നും പോലീസിനോട് പോലും ഒരു ഡയറക്ഷൻ കൊടുത്തില്ല. അവരെല്ലാം കേസിൻ്റെ ജില്ലാ ഭാരവാഹികളും ഒക്കെ അല്ലേ സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടെ എന്ന്. ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ SFIക്കാർ എല്ലാ കാര്യങ്ങളും പിന്നെ മനസ്സിലാക്കണമെന്നില്ലല്ലോ. നമുക്ക് നാളെ വരെ മനസ്സിലാപ്പിക്കാം. അല്ല, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല. അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്യുന്നത്.